ഇവിടെ ഇപ്പൊ കടുവയുണ്ട്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. ഹലോ, ഞങ്ങൾ ഈ കുപ്പിയും പാട്ടൊക്കെ പെറുക്കിയിട്ട് എവിടെ പോവാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളൊരു ചെറിയ റൈഡിന് പോവാണ്. അപ്പോൾ പോകുന്നത് ഗവിയിലേക്കാണ്. ഗവി ഫോറസ്റ്റ് ഏരിയ ആണ് കംപ്ലീറ്റ്ലി. അതിരാവിലെ ഇവൻ എന്നെ കുത്തി എണീപ്പിച്ച് ആരും എണീറ്റിട്ടൊന്നുമില്ല. ഞങ്ങൾ യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫുൾ റൈഡ് വീഡിയോ ആണ്. എന്നാ നമുക്ക് പോയാലോ? അത് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ചെറിയ പാട്ടൊക്കെ വെച്ച് ഞങ്ങളുടെ തന്നെ സ്വന്തം മൂവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് യാത്ര തുടങ്ങി. ഞാൻ കിട്ടും കടലക്കറി ഒരു കുഴിഞ്ഞ മുട്ടയും പറഞ്ഞിട്ടുണ്ട്. സാധനം വരുന്നത് കൊച്ചിന്ന് വിട്ടപ്പോ തന്നെ കുറച്ചു ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങളൊരു ചായയും കുറച്ച് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പണ്ടൊരു തട്ടുകടയിൽ കയറി കഴിച്ചു. തട്ടുകടയല്ല, ഒരു ചെറിയ ഹോട്ടൽ. ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് ഞങ്ങള് പിന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. കണ്ടോ, നല്ല കോടയൊക്കെയാണ്, ഫുൾ കോടയൊക്കെയാണ്. പോകുന്ന വഴി ഫുള്ള് അയ്യപ്പ ഭക്തന്മാരാണ്. കാൽനടയായിട്ട് ശബരിമലയ്ക്ക് പോവുകയാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ ത്രൂ ഔട്ട് റൈഡിൽ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ കണ്ടു. പോകുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെ അയ്യപ്പ ഭക്തന്മാർ. കോട ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഒരു 100-120 കിലോമീറ്റർ കഴിഞ്ഞു. 3-3.5 മണിക്കൂറത്തെ യാത്രയ്ക്കൊക്കെ ശേഷം ഞങ്ങൾ ഗവി എൻട്രി പോയിന്റിലെത്തി. അവിടെ ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് നമ്പറും പിന്നെ ID കാർഡും കൊടുത്ത ജസ്റ്റ് നമ്മളൊരു ഫോമൊക്കെ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് നമുക്കൊരു ടിക്കറ്റ് പോലെ തന്നു. ഇനി അത് വെച്ചിട്ട് ത്രൂ ഔട്ട് നമ്മുടെ യാത്രയിൽ നമ്മളത് കയ്യിൽ വേണം. ഈ മാപ്പിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ എൻട്രി പോയിന്റിൽ നിന്ന് കുറച്ചും കൂടെ ദൂരം പോയി ഒരു പാലം കഴിഞ്ഞ ഇടത്തേക്ക് പോയാലാണ് നമ്മുടെ ഗവി. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും സ്റ്റോപ്പൊക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ചായയാണ്, ഇത് നാരങ്ങ വെള്ളമാണ്, അതും ഉപ്പിട്ടത്, അതും നല്ല തണുത്തത്. ഇതാണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ടിക്കറ്റും ID കാർഡും കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അവർ വെരിഫൈ ചെയ്ത് ഫസ്റ്റ് ചെക്ക് പോസ്റ്റിലെ എൻട്രി ടൈം ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഗേറ്റ് ഓപ്പൺ ആക്കി തരും. അപ്പോൾ ഇവിടെ മുതലാണ് കറക്റ്റ് കംപ്ലീറ്റ് ഫോറസ്റ്റ് തുടങ്ങുന്നത്. ഇവനും ഇവളും ഉള്ളത് കൊണ്ട് എവിടെ വേണേലും പോവാം. ഭയങ്കര വെളിച്ചം, വെയിലാണ് ഗൈസ്. ഞങ്ങൾ കോടയൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു, പക്ഷെ മുഖത്തൊക്കെ കാണുന്നു ജനങ്ങൾ വെളിച്ചടിക്കുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഓരോ ഡാമിൻ്റെ മേലെയും ഓരോ ഗാർഡ്സ് ഉണ്ടാവും നമ്മളെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻട്രി ടൈമും അതേപോലെ അവിടുന്ന് ക്രോസ് ചെയ്ത ടൈമൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി. മുഴിയാർ അപ്പുറത്തെ സൈഡിലേക്ക് ഇതാണെന്ന് തോന്നുന്നു, ഒരു ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ്. എന്നാ ബ്യൂട്ടിയാണ്. ദിസ് ഈസ് മുഴിയാർ ഡാം. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, looking like a wow. നമ്മുടെ ആന വണ്ടി
ട്രിപ്പാന്ന് തോന്നുന്നു. കാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കാട്ടുജാതിയിലേക്ക് വരും. കാട്ടില്ല കുറച്ചൊക്കെ ഞങ്ങൾ കഴിക്കുന്നു. ഫ്രൂട്ട്സ് നമ്മൾ ശേഖരിച്ച് വെക്കാം. ഓഫ് റോഡൊക്കെ ഉണ്ട് ഇടയ്ക്ക് നല്ല റോഡ്. വഴിയിലേക്ക് മൊത്തം കമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പയ്യെ ഉരുണ്ടുരുണ്ട് പോയാൽ മതി. 61 കിലോമീറ്റർ നമുക്ക് പയ്യെ അങ്ങ് എത്തിയാൽ പോരെ. താഴെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് ഓറഞ്ച് വിളിച്ചു. പോകുന്ന വഴിക്കെല്ലാം ഇതേപോലെ ഫുൾ കുണ്ടും കുഴികളൊക്കെയാണ്. അങ്ങനെ ഓഫ് റോഡ് ഒന്ന് കൺസിഡർ ചെയ്ത് നമ്മളങ്ങ് പോകും. ഇടയ്ക്ക് നല്ല റോഡുണ്ട്, ഇടയ്ക്ക് മോശം റോഡും ഉണ്ട്. സോറി ഗായ്സ്, കഴിച്ചിട്ട് മതിയായിട്ടാണ്. അതുകൊണ്ട് ഒരു പഴം കൂടി കഴിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരിക്കും ലഞ്ച് ഒക്കെ. ഫ്രൂട്ട്സ് ആണ് ഇന്നത്തെ ലഞ്ച്. നിങ്ങൾ കേറുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരാ. അതെ, ഒന്നെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കൊണ്ടുവരാ, അല്ലെങ്കിൽ ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ക്യാൻറ്റീൻ ഉണ്ട്, ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത്. അതെ, അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫുഡ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് ഏതായാലും അവിടെ കണ്ടിട്ടില്ല. ഇതിന്റെ ഇടയിലൊന്നും ആരും എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വരുന്നത്. അതെ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. പട്ടിണിയായിരിക്കും മക്കളെ, പട്ടിണി. പഴം കഴിക്കാം. ഫൈനലി ഗവി എന്ന് എഴുതിയൊരു നല്ല ബോർഡ് കിട്ടി. ഇവിടെ KSFBക്കാരും പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ മാത്രമാണുള്ളത്. അവരുടെ ക്യാൻറ്റീൻസ് ഉണ്ടോ, ക്യാൻറ്റീൻ ഉണ്ട്. ഞങ്ങൾ ക്യാൻറ്റീനിൽ കയറിയൊന്നുമില്ല, പക്ഷെ അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നല്ല വ്യൂ ഒക്കെ കണ്ട് ഇതേപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷെ എല്ലാം ഫ്ലോപ്പാണ്. എന്തൊക്കെയാ കാണിച്ചു കൊട്ടുന്നതെന്ന് അറിയില്ല. പുറത്തിറങ്ങി ഒരു വീഡിയോ എടുക്കാൻ നോക്കി. ഇടയ്ക്ക് ഓഫ് റോഡ് ഉണ്ട്, ഇടയ്ക്ക് നല്ല റോഡ് ഉണ്ട്. ആന വന്ന് ചവിട്ടി പിടിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. റോഡ് മൊത്തം ആനപ്പിണ്ട് ഉണ്ട്. പക്ഷെ ഇതൊരു ആനേനെയോ ഒരു മൃഗത്തിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെയുള്ള മൊട്ടക്കുന്നുകളിലൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കായിരുന്നു, ഞാനൊരു ആനേനെയോ ആനക്കൂട്ടത്തിനെയോ എല്ലാം കാണാൻ പറ്റുമോന്നൊക്കെ. പക്ഷെ ഒന്നും കണ്ടില്ല. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉള്ള KSRTCന്റെ ട്രിപ്പാന്ന് തോന്നുന്നു. ഇതേപോലെ പ്രൈവറ്റ് വെഹിക്കിൾസ് ആകെ 30 എണ്ണങ്ങാണ്ടവേ ഒരു ദിവസം കടത്തി വിടുള്ളൂ. അതും 2 ദിവസത്തിന് മുമ്പ് 2 ദിവസത്തിന് മുമ്പേ സൈറ്റ് ഓപ്പൺ ആക്കുള്ളൂ. അതായത് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെർ ഹെഡ് 100 റുപ്പീസ് ആണ്. അപ്പം അതൊക്കെ എടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത് വരണം. അത് മിസ്സാക്കാൻ പാടില്ല. അതുപോലെ നല്ല ഓരോ ഡാമിന്റെ അവിടെ നിന്ന് നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല വ്യൂ എന്ന് വെച്ചാൽ അത് ഇതിൽ കാണുന്നതിലും അതിലും മനോഹരമാണ്. പിന്നെ ചില സ്ഥലത്ത് ഫോട്ടോസ് പ്രൊഹിബിറ്റഡ് ആണ്. അതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നിങ്ങൾ ചെയ്യാൻ. ഞങ്ങൾ അടുത്തത് തിന്നാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ചോദിക്കരുത് തിന്നാൻ വേണ്ടിയിട്ടാണോ റോഡ് ട്രിപ്പ് നടത്തുന്നത്. അതിനുമാണ്, തിന്നും വേണ്ടേ, വിശപ്പല്ലേ. പിന്നെ ക്യാൻറ്റീൻ കണ്ടു, പക്ഷെ ഞങ്ങക്ക് കേറാൻ തോന്നിയൊന്നുമില്ല. അതെ, ക്യാൻറ്റീന്റെ ബോർഡ് കണ്ടു, ഒരു സ്റ്റോറും കണ്ടു, പലചരക്കട പോലത്തെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള പല പല സാധനങ്ങൾ കാണാൻ പറ്റുന്ന ഉണ്ട്. അതേപോലെ മനുഷ്യന്മാരൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവർ ആസ്വദിക്കുന്നുണ്ട് പുറത്ത്. അതെ, ആനപ്പിണ്ടമാണോ പശുവിന്റെ ചാണകമാണോ എന്നറിയില്ല. പിന്നെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ചിലപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് ഇത് കഴിക്കും, അല്ലെങ്കിൽ മുടിച്ചുകൊണ്ട് കഴിക്കും. ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങി വരാൻ തോന്നുന്നു. അവരിങ്ങനെ തള്ളത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം നമുക്ക്.
വെഹിക്കിൾ റൂട്ടുള്ള ഇതേപോലെ 5 ഡാംസ് ഉണ്ട്. അപ്പം ഇത് ഒരു ഡാമിൻ്റെ ഇവർ ചെക്ക് ചെയ്യുന്നതാണ്. പ്രൊഫഷണൽ ജീപ്പ് ഡ്രൈവേഴ്സിനെ പോലെ കാണില്ലേ? പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഈ കാണുന്ന എല്ലാ മുട്ടക്കുന്നുകളിലും ഞങ്ങൾ പോത്തിനെയും ആനേനെയൊക്കെ ഞങ്ങൾ നോക്കി, ഒന്നിനെയും കണ്ടില്ല. രാവിലെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനെല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ നടന്നില്ല. ഈ ഒരു ചെക്ക് പോസ്റ്റ്, ഇത് ഫൈനൽ ചെക്ക് പോസ്റ്റ് അല്ല, ഈ ഒരു ചെക്ക് പോസ്റ്റിൽ വെഹിക്കിൾ ചാർജ് എന്നും പറഞ്ഞ ഒരു 85 റുപ്പീസ് നമ്മൾ കൊടുക്കണം. അപ്പം കയ്യിൽ ക്യാഷ് ആയിട്ട് കരുതിക്കോളുക. റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫുഡ് വാങ്ങുന്ന കാര്യത്തിൽ അല്ലെ സ്നാക്സ് വാങ്ങുന്ന കാര്യത്തിലൊക്കെ നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഗവിയിലേക്ക് ഇതേപോലെ ടെമ്പോ ട്രാവലിൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ വലിയ ബസ്സൊന്നും കടത്തി വിടില്ല. KSRTC ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ടെമ്പോ ട്രാവലിൽ മിനി വെഹിക്കിൾസ് പിന്നെ 2 വീലേഴ്സും ഉണ്ടാവില്ല. ഞങ്ങൾ കുറേ നോക്കി ആനയും പിന്നെ ഫ്രഷ് ആനപ്പിണ്ടോ കാര്യങ്ങളൊക്കെ വണ്ടി ഒത്തിരി ഓടാൻ തുടങ്ങി. രാവിലെ 8:30 തൊട്ടല്ലേ എൻ്റെ പറയുന്നത്. ഫസ്റ്റ് വണ്ടി കയറുകയാണെങ്കിൽ ഗവിയിലേക്ക് 1 ഡേ പാക്കേജോ അല്ലെ 2 ഡേ പാക്കേജൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ട്രക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ കിട്ടിയതെന്ന് ഞങ്ങൾ വിചാരിച്ചേ. പക്ഷെ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് അൺപ്ലാൻഡ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ബോട്ടിങ് കിട്ടി. ഇതാണ് രാമചന്ദ്രൻ ചേട്ടൻ. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഗൈഡാണ്. ട്രക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ പുള്ളിയാണ് മെയിനായിട്ടും കൊണ്ടുപോകുന്നത്. അപ്പം കൊച്ചുപൊമ്പയിലാണ് ബോട്ടിങ്. അമ്മേട്ടൻ്റെ കൂടെയുള്ള ബോട്ടിങ് വളരെ രസകരമായിരുന്നു. പുള്ളി ഈ ഫോറസ്റ്റിലുള്ള ചില പ്രത്യേക മരങ്ങളെക്കുറിച്ചും അതേപോലെ മൃഗങ്ങളെക്കുറിച്ചും ഏതൊക്കെ മൃഗങ്ങളാണ് കാണുന്നത് അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദീകരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തന്നു. നീ കണ്ടില്ല? എടാ ഇതാണ് ആ മരം, കണ്ടാ? മരത്തിന്റെ തീരെ താഴെ നോക്കി നീ കരിമൂർക്കന. ജസ്റ്റ് എസ്കേപ്പ് കരിമൂർക്കനയിൽ നിന്ന്. ഭാഗ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും. അല്ല പേടിച്ച തന്നെ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വേറൊരാളെയും കൂടെ കണ്ടു, ആമേനെ. അനങ്ങുന്നില്ലല്ലോ. ആമ കടിക്കുക. രക്ഷപ്പെട്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ കടുവയുണ്ട്. അത് വന്ന് നഖത്തിൽ അഴുക്കും പോവും. പിന്നെ ഒരു കടുവയ്ക്കെന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ ചുറ്റം. അതിനകത്ത് നെയിലെന്ന് പറഞ്ഞാൽ 1 കാണും. പിന്നെ സ്വാഭാവികമായിട്ട് ഈ മരം കണ്ട ഏത് കടുവ നമ്മ മനസ്സിലാവും. അതുപോലെ തന്നെ രാമേട്ടനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി നമുക്ക് അവിടെ സ്റ്റേയും ഒക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പാക്കേജിൻ്റെ എമൗണ്ടും ഡീറ്റെയിൽസൊക്കെ പുള്ളീനെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും. ഞങ്ങൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലെ ക്യാപ്ഷനിൽ പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പം വേണ്ടവരൊക്കെ അത് കോണ്ടാക്ട് ചെയ്യാം. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് പാക്കേജ് എടുത്ത് സ്റ്റേ ചെയ്യണം. അപ്പം പാക്കേജിൽ ട്രക്കിംഗ് ഉൾപ്പെടും. അപ്പം നമുക്ക് ഏർലി മോർണിംഗ് ട്രക്കിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. രാമേട്ടനാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. ഒരു 1/4 മണിക്കൂറുള്ള ചെറിയ ഷോർട്ട് ബോട്ട് ട്രിപ്പാണെങ്കിൽ പോലും പുള്ളി അവിടെ കണ്ടതും അവിടെയുള്ള മരങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങ് ദൂരെ ഒരു സിംഹവാലം കുരങ്ങുണ്ടായിരുന്നു, അതിനെ വരെ പുള്ളി ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതായത് പുള്ളി വളരെ ഭയങ്കര എവിടെയൊക്കെയാണ് അത് സ്പോട്ട് ചെയ്യുന്നതെന്നൊക്കെ പുള്ളിക്ക് കറക്റ്റ് അറിയാവുന്ന പോലെയായിരുന്നു. പുള്ളിയെ ഞങ്ങൾ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. ഇവിടത്തെ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് പുള്ളി താമസിക്കുന്നത്. എവിടെയാണോ റോസ് പെയിന്റ് അടിച്ചിരിക്കുന്നത് ജനലില്. ഞാൻ വിളിക്കാട്ടോ. താങ്ക് യു. ബൈ ബൈ. ഫോറസ്റ്റ് കഴിയാൻ പോവാന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങള് ഒരാളെ കണ്ട് ഈ സൈഡില്.
ഗൈസ് മയിൽ ഞങ്ങൾ വീട്ടിൽ വരാറുണ്ട്. ബട്ട് സ്റ്റിൽ അതെ കാട്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. പക്ഷെ എന്റെ പേടിയൊന്നും ഇല്ലല്ലോ. ബൈ, നമുക്ക് പോയേക്കാം. നമ്മൾ പോട്ടോ. മൈൻഡ് ആക്കുന്നില്ല. ഗൈസ് ആ സൂം ചെയ്യുന്നുണ്ടോ? വീട്ടില് പന്നീനെ വളർത്തുന്നതാ. കാട്ടുപന്നി കേട്ടോ, നാട്ടിലെ പന്നിയല്ല, കാട്ടുപന്നി. പന്നീനെ ഓടിക്കുന്ന, വളർത്തുന്നല്ല കേട്ടോ, സോറി. ഇപ്പുറത്ത് മയിലുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കണം. ഗവിക്കകത്ത് ഈ ഫോറസ്റ്റിനകത്ത് 500ഓളം ആൾക്കാരുണ്ട്. ഇതെല്ലാം അവരുടെ ചെറിയ ചെറിയ വീടുകളാണ്. അതേപോലെ ചെറിയൊരു LP സ്കൂൾ പോലെ, നഴ്സറി പോലെ ഒരു സ്കൂളും ഉണ്ട് ഇതിനകത്ത്. ഇതാണ് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പം മെയിനായിട്ട് നമുക്ക് സ്റ്റേയും പാക്കേജൊക്കെ കിട്ടുന്ന സ്ഥലം. ആൻഡ് ഈ ഡാമാണ് ഗവി ഡാം, ലാസ്റ്റത്തെ ഡാം. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് അവസാനിക്കും. ആനനെ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതാ ഒരു ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. വഴുതല്ലേ സ്നേഹമോ? ആൻഡ് ഫൈനലി ഇതാണ് ലാസ്റ്റത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, വെല്ലോ സാധനം അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോന്ന് അറിയണ്ടേ. സോ ഞങ്ങൾ ഗവിയിൽ നിന്ന് ഗവി ചെക്ക് പോസ്റ്റും കടന്നു. ഇപ്പോൾ പരുന്തുംപാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേ ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അവിടുത്തെ സമയം 6 മണി ആകാറായി. അവിടെ പോയിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല. But still we are giving out a chance. Yes. ജസ്റ്റ് അവിടെ പോയി നോക്കിയിട്ടൊക്കെ വരാം. ഈ പോകുന്ന വഴി മൊത്തം തേയിലത്തോട്ടമാണ്. സെയിം ലൈക്ക് എന്താ പറയാ, മൂന്നാർ, അതെ, അല്ല വയനാട്, അതുമല്ല ഊട്ടി, അതന്നെ സെയിം സാധനമാണ്. 2 സൈഡിലും തേയിലത്തോട്ടങ്ങൾ മൊത്തം. അപ്പൊ വന്നത് നമ്മള് കാട്ടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ആണെങ്കിലും തിരിച്ചു പോകുന്നത് തേയിലത്തോട്ടത്തിലെ കൂടെയാണ്. അതുകൊണ്ട് റിട്ടേൺ ട്രിപ്പ് വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നിക്കുന്നില്ല. അതെ. സോ ബൈ ബൈ. ഇനി പരുന്തുംപാറയിൽ എത്തിയിട്ട് അവിടെയുള്ള വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുന്നതായിരിക്കും. അതെ, ഫ്ലാഷ് ഇട്ട് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫ്ലാഷ് ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല. ഇവിടെ തിരക്കുണ്ട് നല്ല. കൂടെ മാഗി അടിച്ച് തിന്നാണ്. 2 പ്ലേറ്റ് എത്ര കിലോമീറ്റർ വേണ്ടി? മൂഞ്ചി പോയി, ഒന്നും കാണാൻ പറ്റില്ല. ഈ വളിച്ചുള്ള റോട്ടിൽ കൂടെ മാത്രം നടക്കുക. കുറച്ച് ലേറ്റ് ആയി പോയി. കുറേ ആൾക്കാർ, വണ്ടി. അതെ, കുറേ വണ്ടി. വണ്ടിയിലിട്ടേക്കുന്ന പാട്ട്. അതെ, വണ്ടിയിലിട്ടേക്കുന്ന പാട്ട്. പിന്നെ ചില ആൾക്കാർ ഊതുന്ന PP ഉണ്ട്, അത് വെച്ചിട്ട് ശല്യക്കേട്. അതൊക്കെ ഉള്ളൂ ഗൈസ്. കുറച്ച് ലേറ്റായി പോയി, അതാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്.
Okay, so we are leaving. Yeah. Bye. Bye bye.